മലബാറിൽ ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാവും എന്നുള്ളത് ഒരു ചോദ്യമാണ്. UDF വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മേഖലയാണല്ലോ മലബാർ. ലീഗ് നേടുന്ന സീറ്റുകൾ നിർണായകമാവുകയും ചെയ്യും. മലബാർ മേഖലയിൽ UDFന്റെയും LDFന്റെയും പ്രതീക്ഷ എത്തരത്തിലായിരിക്കും എന്ന് നമുക്ക് വിശദമായി വിശകലനം ചെയ്യാം. പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, എങ്ങനെയാണ് മലബാറിലെ പോരാട്ടം? എത്രമാത്രം കടുപ്പമാകും? സ്വാതി, മലബാർ മേഖലയിൽ ആകെ 60 സീറ്റുകളാണുള്ളത്. 60 സീറ്റുകളിൽ നിലവിൽ 37 ഇടത്ത് LDFും 23 സ്ഥലത്ത് UDFുമാണുള്ളത്. ഇതിൽ 20 സ്ഥലങ്ങളിൽ ശ്രദ്ധേയമായ മത്സരങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിലയിരുത്തൽ. ആ 20 സ്ഥലങ്ങളിൽ നിൽക്കുന്നത് 6 സ്ഥലത്ത് മാത്രമാണ് നിലവിൽ UDF ഉള്ളത്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ LDF ആണുള്ളത്. അപ്പോൾ ആ മണ്ഡലങ്ങൾ 14 മണ്ഡലങ്ങൾ ക്ഷമിക്കണം 14 മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനുള്ള വലിയ പോരാട്ടം തന്നെയായിരിക്കും മലബാർ മേഖലയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതിന് അവരെ ഏറ്റവും കൂടുതൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടുന്ന ജില്ല എന്ന് പറയുന്നത് ഒന്ന് കണ്ണൂരും പാലക്കാടും കോഴിക്കോടുമാണ്. ഈ ജില്ലകളിൽ തന്നെ UDF കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക, അതോടൊപ്പം തന്നെ പാലക്കാടും കൂടുതൽ നേട്ടമുണ്ടാക്കുക എന്നുള്ളതാണ്. കണ്ണൂരിൽ CPMനെ സംബന്ധിച്ചിടത്തോളം പല സീറ്റുകളും വലിയ ഉറച്ച അവരുടെ കോട്ടകളാണ്. അപ്പോൾ അതിന് പകരമായി കോഴിക്കോടും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലമാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായി അവർ കാണുന്നത്. അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങൾ. നമുക്ക് ഓരോ ജില്ലയിൽ നിന്ന് ഇപ്പോൾ കാസർഗോഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കാസർഗോഡും മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ വിജയിക്കുമോ? കഴിഞ്ഞ തവണ വളരെ നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെട്ടതാണ്. അവിടെ ഇത്തവണ അത് തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ അവിടെ വിജയിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം. കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന മലബാറിലെ ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഒന്ന് മഞ്ചേശ്വരമായിരിക്കും. മറ്റൊന്ന് പേരാവൂർ മണ്ഡലമാണ്. അത് പേരാവൂർ മണ്ഡലത്തിൽ KPCC പ്രസിഡന്റും CPMൽ നിന്ന് KK ശൈലജയും വന്നതോടുകൂടി തന്നെ അതൊരു വലിയ സ്റ്റാർ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി ആ പേരാവൂർ മണ്ഡലം മാറിയിരിക്കുന്നു. ഇപ്പോൾ K സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി നിൽക്കുന്നത് കൊണ്ട് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് നിൽക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ ശ്രദ്ധേയമായ പോരാട്ടങ്ങൾ നടക്കും എന്നുള്ളതാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം അതൊരു അവസരമായി മാറാനുള്ള സാധ്യത കൂടിയുണ്ട്. പ്രത്യേകിച്ച് അഴീക്കോട് ഉൾപ്പെടെയുള്ള അവിടെ ലീഗാണ് മത്സരിക്കുന്നെങ്കിൽ പോലും അഴീക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ സുധാകരൻ വിഷയം LDFന് നേട്ടമായി മാറും എന്നുള്ള ഒരു കരുതൽ അവർക്കുണ്ട്. കോഴിക്കോട് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധേയമായി പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി മാറുന്നത് സ്വാഭാവികമായും അത് ബേപ്പൂർ തന്നെയാണ്. അവിടെ PV അൻവർ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ശ്രദ്ധേയമായി മാറുന്നത്. മറ്റൊന്ന് വടകര മണ്ഡലമാണ്. വടകരയിൽ CPMന്റെയും LDFന്റെയും ഒക്കെ ശക്തി കേന്ദ്രമായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ അവിടെ KK രമ വിജയിച്ചു. ഇത്തവണ KK രമ നിലനിർത്തുമെന്നുള്ള പ്രതീക്ഷ, വലിയ ആത്മവിശ്വാസം UDFനുണ്ട്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം അവിടെ RJD ആണ് മത്സരിക്കുന്നെങ്കിൽ പോലും CPMനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. പിന്നീട് തിരുവമ്പാടിയാണ്. തിരുവമ്പാടി കഴിഞ്ഞ 2-3 ടേമായി LDF ആണ് നിൽക്കുന്നതെങ്കിലും ഇത്തവണ സീറ്റ് മാറ്റം നടക്കാൻ ലീഗിനുള്ള സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുകയും അവിടെ ഒരു വിജയസാധ്യത ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിലേക്ക് അന്തിമ ധാരണയായിട്ടില്ല. ഇപ്പോൾ ഇന്ന് കൊച്ചിയിൽ ചർച്ചകൾ നടക്കുന്നു. ആ സീറ്റ് മാറ്റം നടക്കുകയാണെങ്കിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വരും. അങ്ങനെയെങ്കിൽ അവിടുത്തെ മത്സരം ശക്തമായ മത്സരമായി മാറും. മലപ്പുറം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ LDF വിജയിച്ച് നിൽക്കുന്ന എല്ലാ സീറ്റുകളിലും പൊന്നാനി, താനൂർ, തിരൂർ തുടങ്ങിയ സീറ്റുകളിലെല്ലാം തന്നെ ശക്തമായ മത്സരം നടക്കും. പ്രത്യേകിച്ച് പൊന്നാനിയിൽ അവിടുത്തെ MK സക്കീറിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്കകത്ത് വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്, വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ മത്സരം ഏത് രീതിയിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. പിന്നീട് നമ്മൾ പാലക്കാടേക്ക് വന്നു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ പാലക്കാട് മണ്ഡലത്തിൽ CPMന്റെ സ്ഥാനാർത്ഥിയെ നിലവിൽ നിശ്ചയിച്ചിട്ടില്ല. UDFന്റെ സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചതിന് ശേഷം അവിടെ വരാം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുന്നു. പാലക്കാട് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളത് അതിലെ സസ്പെൻസ് ആണ്. മറ്റൊന്ന് ശ്രദ്ധേയമായ ശരി പ്രസാദ്, അത് തന്നെയാണ്. എന്തായാലും മലബാർ ഏറെ പോരാട്ട വീര്യം നിറഞ്ഞ ഒരു പ്രദേശമാണ്. അവിടെ ഏത് രീതിയിലാകും മത്സരം, പോരാട്ടം എന്നുള്ളതിന്റെ ഒരു ചിത്രമാണ് പ്രസാദ് നൽകിയത്.